നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോഫീന ഷാൻഡോ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ ഫ്രാഞ്ചൈസി. വൈദ്യുതി നിരക്ക് വർധന ജനത്തെ കൊള്ളയടിക്കാനുള്ള നീക്കമെന്ന് ചെന്നിത്തല. പിന്നിൽ പവർ ബ്രോക്കർമാർ എന്ന് ആരോപണം. വൈദ്യുതി നിരക്കിൽ 7500 കോടി അധിക ഭാരം ജനങ്ങൾക്ക് മേൽ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഉൾപ്പെടെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ തയ്യാറാണ്. എന്നിട്ടും ആദാനിമാർക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. നെയ്വേലി ലിഗ്നറ്റ് കോർപ്പറേഷനുമായി ചർച്ച നടന്നോ എന്ന് വൈദ്യുതി വകുപ്പ് പറയണം. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പവർ ബ്രോക്കർമാർ ഉണ്ടെന്നും മന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു എന്നും ചെന്നിത്തല പറഞ്ഞു. ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ഫോട്ടോയുള്ള ഫ്ലക്സ് വിമർശിച്ച് ഹൈക്കോടതി. ഭക്തർ വരുന്നത് ഭഗവാനെ കാണാൻ. ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഫ്ലക്സ് ബോർഡിൽ വച്ചതിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. മുഖ്യമന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തുടങ്ങിയവരുടെ ഫോട്ടോ പതിപ്പിച്ച ഫ്ലക്സ് അടിച്ചത് എന്തിനാണെന്ന് ദേവസ്വം ബെഞ്ച് ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണെന്നും അല്ലാതെ ഉടമസ്ഥനല്ലെന്നും കോടതി പറഞ്ഞു. ഭഗവാനെ കാണാനാണ് ഭക്തർ ക്ഷേത്രത്തിൽ വരുന്നത്, അല്ലാതെ അഭിവാദനം അർപ്പിച്ച ഫ്ലക്സ് കാണാനല്ല. ഉത്തരവാദപ്പെട്ടവർ ഫ്ലക്സ് എന്തുകൊണ്ട് അവിടെ നിന്ന് എടുത്തു മാറ്റിയില്ല എന്ന് കോടതി ചോദിച്ചു. ശബരിമല ഇടത്താവളമായ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഫ്ലക്സ് അടിച്ചു വെച്ചത് അനുവദിക്കാനാകിയില്ലെന്ന് കോടതി പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചാണ്ടിയുമ്മൻ സഹോദരനെ പോലെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് തിരുവഞ്ചൂർ. ചാണ്ടിയുമ്മന്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാകാം പറഞ്ഞതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന നിലയിൽ മുന്നോട്ടു പോകും. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആരും പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ചാണ്ടിയുമ്മനുമായി ഭിന്നതയില്ലെന്നും സഹോദരനായാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ബാംഗ്ലൂരിൽ റേഡിയോളജിസ്റ്റ്. ആലപ്പുഴ ട്രെയിൻ ഇറങ്ങിയത് മാരക ലഹരി വസ്തുക്കളുമായി. 24-കാരൻ അറസ്റ്റിൽ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസിന്റെ പ്രത്യേക പരിശോധനയ്ക്കിടെ കുടുങ്ങിയത് റേഡിയോളജിസ്റ്റായ യുവാവ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ പരിസരത്ത് നിന്ന് MDMA ചാരസുമായി 24-കാരൻ പിടിയിലായത്. കളർക്കോട് വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ ദിഷ്ണയിൽ മുഹമ്മദ് അലിയാഷ് നൌഷാദിനെയാണ് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ്. ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായധന വിതരണം ഇഴയുന്നു. വാടകയും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. ജീവനോപാധിയും കിടപ്പാടവും എല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർ അകപ്പെട്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മറ്റ് ജീവിതമാർഗം ഇല്ലാത്ത ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്നുള്ള പ്രതിദിന 3000 രൂപ ധനസഹായം കൂടി കൃത്യമല്ലാതായതോടെ ദുരിതകയത്തിലാണ്. നിരവധി പേർക്കാണ് ഇനിയും ദിവസം 300 രൂപ വെച്ചുള്ള സഹായം കിട്ടാനുള്ളത്. നടിയെ ആക്രമിച്ച കേസ്. മെമ്മറി കാർഡ് തുറന്നതിൽ ആരോപിതർക്കെതിരെ നടപടിയില്ല. രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത. നടിയെ ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ല. ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയുണ്ടായില്ല.
ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല. ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടത്. അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്നതെന്ന് അതിജീവിത പറഞ്ഞു. മാടായി കോളേജിലെ നിയമവിവാദം, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് എം കെ രാഘവൻ. മാടായി കോളേജിലെ നിയമവിവാദത്തിൽ പ്രതികരണവുമായി എം കെ രാഘവൻ MP. അടിസ്ഥാനരഹിതമായ വസ്തുക്കളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നതെന്ന് എം കെ രാഘവൻ പറഞ്ഞു. എഡ്യൂക്കേഷൻ സെന്റർ രൂപീകരിച്ചത് 80കളിലായിരുന്നു. 3 ഘട്ടങ്ങളായി താൻ പ്രസിഡന്റായിരുന്നു. പിന്നീട് സ്വയം അതിൽ നിന്ന് മാറി. 6 മാസം മുമ്പാണ് വീണ്ടും സ്ഥാനത്തേക്ക് വരുന്നത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ വിപണി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വൻ കുതിപ്പ്. പവന് 600 രൂപയാണ് ഇന്നൊറ്റയടിക്ക് കൂടിയത്. ഇന്നലെ 120 രൂപയുടെ നേരിയ വർധനവും രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് സ്വർണ്ണ വിപണി. ഇന്ന് 57,640 രൂപയാണ് പവന് നൽകേണ്ടത്. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 7,215 രൂപയാണ് നൽകേണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.